എന്തെല്ലാം വ്യാജ വാർത്തകളാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്? യൂട്യൂബ് ഹിറ്റ്സ് കൂട്ടാനും സർക്കുലേഷൻ കൂട്ടാനുമായി എന്തെല്ലാം തെറ്റായ വാർത്തകളാണ് മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത്? കാനഡയിൽ പഠിക്കാനെത്തുന്നവർ ജാഗ്രത, സ്റ്റുഡൻസ് മുന്നേറ്റത്തിന് കൂച്ചുവിലങ്ങിടാൻ കാനഡ, ഇന്ത്യക്കാർക്കും പണി വരുന്നു, കാനഡ കടുപ്പിക്കുന്നു. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? 2020 കോവിഡ് മഹാമാരി കാലത്ത് കനേഡിയൻ ഗവൺമെൻറ്റിന് അവരുടെ ഇമിഗ്രേഷൻ ഇൻടേക്ക് പ്ലാൻസിനനുസരിച്ച് ഇമിഗ്രൻസിനെ സ്വീകരിക്കാൻ സാധിച്ചില്ല. ഇതേ തുടർന്ന് കാനഡയിൽ ഉയർന്ന തോതിൽ ലേബർ ഷോർട്ടേജ് ഉണ്ടാവുകയും സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങൾക്കനുസരിച്ച് നീണ്ട ഇമിഗ്രേഷൻ പ്രോസസ്സിലൂടെ പെർമനന്റ് റെസിഡൻസിനെ സ്വീകരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു. ഇതേ തുടർന്ന് ടെമ്പററി റെസിഡൻസിനെ അധികമായി സ്വീകരിക്കാൻ തീരുമാനിച്ച കാനഡ സ്റ്റുഡൻറ് വിസ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി വളരെയധികം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ സ്വീകരിക്കുകയും അവർക്ക് അൺലിമിറ്റഡ് വർക്കിംഗ് റൈറ്റ്സ് നൽകുകയും ചെയ്തു. ഇവരുടെ പങ്കാളികൾക്ക് സ്പൗസൽ വർക്ക് പെർമിറ്റ് നൽകുകയും ചെയ്തു. ഇതുകൂടാതെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് നിയമങ്ങളിലും കാനഡ ഇളവുകൾ നൽകിയിരുന്നു. ഇതേ തുടർന്ന് 2020 6 ലക്ഷത്തിലധികം സ്റ്റുഡൻസിനെയും 2021 7 ലക്ഷത്തിലധികവും 2023 10 ലക്ഷത്തിലധികവും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെയാണ് കാനഡ സ്വീകരിച്ചത്. അൺകൺട്രോളബിളി ഉയർന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ പോപ്പുലേഷൻ കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചപ്പോഴാണ് കോവിഡ് കാലയളവിൽ നൽകിയ ഈ ഇളവുകൾ കാനഡ എടുത്തുമാറ്റുന്നത്. ഇതിനർത്ഥം കാനഡ ഇനി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ സ്വീകരിക്കുകയോ അവർക്ക് പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് നൽകുകയോ ചെയ്യുകയില്ല എന്നതല്ല. പകരം കോവിഡ് ഇറയ്ക്ക് മുൻപ് എത്ര സ്റ്റുഡൻസിനെ സ്വീകരിച്ചിരുന്നുവോ അത്ര സ്റ്റുഡൻസിനെയാണ് ഇനി സ്വീകരിക്കുക എന്നാണ്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇവിടെ എത്തുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഉയർന്ന തൊഴിലവസരവും പെർമനന്റ് റെസിഡൻസ് സ്റ്റാറ്റസും ഉറപ്പുവരുത്താൻ കാനഡയ്ക്ക് സാധിക്കുകയുള്ളൂ. കാനഡ ആൻറ്റി ഇമിഗ്രൻറ്റ് അല്ലെങ്കിൽ ആൻറ്റി സ്റ്റുഡൻസ് സെൻറ്റിമെൻറ്റ്സ് കീപ്പ് ചെയ്യുന്ന രാജ്യമേ അല്ല. മറ്റ് പല രാജ്യങ്ങളെയും പോലെ കാനഡയ്ക്ക് സീനോഫോബിക് സെൻറ്റിമെൻറ്റ്സുമില്ല. കോവിഡ് കാലഘട്ടത്തിന് മുൻപുണ്ടായിരുന്നതുപോലെ 16 മാസത്തിൽ അധികം കാലാവധി വരുന്ന മാസ്റ്റേഴ്സ് പ്രോഗ്രാം പഠിക്കുന്നവർക്ക് വരുമ്പോൾ തന്നെ ഫാമിലിയെ ഒപ്പം കൂട്ടാൻ കഴിയും. അവരുടെ പങ്കാളിക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റിൽ വർക്ക് ചെയ്യുകയും ചെയ്യാം. മറ്റ് പ്രോഗ്രാമുകൾ പഠിക്കുന്ന സ്റ്റുഡൻസ് പഠനശേഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ലഭിച്ചതിന് ശേഷം ഫാമിലിയെ കൊണ്ടുവരാൻ സാധിക്കും. അവരുടെ പങ്കാളികൾക്കും ഓപ്പൺ വർക്ക് പെർമിറ്റിൽ വർക്ക് ചെയ്യാം. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അനുകൂലമായ നിയമങ്ങളുടെ കാര്യത്തിൽ കാനഡയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊരു രാജ്യമില്ല എന്നതാണ് വാസ്തവം. കൃത്യമായി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പഠനശേഷം PR ഉറപ്പുവരുത്തുന്ന മറ്റൊരു സ്റ്റഡി ഡെസ്റ്റിനേഷൻസും ഇല്ല എന്ന് വേണമെങ്കിലും പറയാം. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.